പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ഹിന്ദി ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ജവഹർലാൽ നെഹ്റു എഴുതിയ കത്ത് സൻസാർ പുസ്തക് ഹെ എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ്. വിവർത്തനം ചെയ്തത് പ്രേംചന്ദ് ആയിരുന്നു. ഈ കത്ത് അദ്ദേഹം തൻ്റെ മകളായ ഇന്ദിരാ പ്രിയദർശിനിക്കാണ് എഴുതിയിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഭാഗം ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും ഇതിലടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ചുമാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ പഴയതാണ് നമ്മുടെ ഭൂമി. ഈ ഭൂമിയുടെ ഉള്ളറയിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. ലോകമാകുന്ന പുസ്തകത്തെ പഠിക്കുമ്പോൾ പ്രകൃതിയുടെ ഓരോ അക്ഷരങ്ങളെയും നാം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പുസ്തകങ്ങളിൽ നിന്നും വായിച്ച് മനസ്സിലാക്കുന്നതിനെക്കാട്ടിയും വലിയൊരു അറിവ് പകർന്നു നൽകാൻ പ്രകൃതിയുടെ ഉള്ളറകൾക്ക് കഴിവുണ്ട്. ഇതിനെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരയോട് പറയുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പേജ് നമ്പർ 70 ഇന്ന് എടുക്കാനുള്ളത്. പേജ് നമ്പർ 70 എടുക്കുക. തുടങ്ങാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് എടുത്തല്ലോ, നോക്കൂ. यह तो तुम जानती ही हो कि यह धरती लाखों करोड़ों वर्ष पुरानी है. ജവഹർലാൽ നെഹ്റു തൻ്റെ മകളോട് തുടർന്ന് പറയുകയാണ്. ആരാണ് മകള്? ഇന്ദിരാ പ്രിയദർശിനി. എന്താണ് പറയുന്നത്? യഹ് തോ തും ജാൻതി ഹി ഹോ, ഈ കാര്യം നിനക്ക് അറിയാവുന്നതാണ്. കി എന്തെന്നാൽ യ ധർത്തി ലാഖോ കരോടോ വർഷ പുരാനി ഹെ, ഈ ഭൂമിക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നത്. ഓർ ബഹുത് ദിനോ തക് ഇസ്മേ കോയി ആദമി ന താ, ഒരുപാട് ദിവസങ്ങളോളം ഇസ് ധർത്തിമേ, ഈ ഭൂമിയിൽ കോയി ആദമി ന താ, ഈ ഭൂമിയിൽ മനുഷ്യരാരും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം. ആദമിയോ കി പെഹലെ സിർഫ് ജാൻവർ थे, മനുഷ്യർക്ക് മുൻപ് ഈ ഭൂമിയിൽ പെഹലെ മുൻപ് സിർഫ് കേവലം ജാൻവർ थे, മൃഗങ്ങൾ മാത്രമായിരുന്നു. ഓർ ജാൻവറോം സെ പെഹലെ, മൃഗങ്ങൾക്ക് മുൻപുള്ള ഒരു കാലഘട്ടം. एक ऐसा समय था, ഇത്തരം ഒരു സമയമുണ്ടായിരുന്നു. जब इस धरती पर कोई जानदार चीज नहीं था, ഈ ഭൂമിയിൽ ജീവനുള്ള ഒരു വസ്തു ഉണ്ടായിരുന്നില്ല. ധർത്തി പർ കോയി ജാൻദാർ ചീസ് നഹീ താ, ഭൂമിയിൽ ജീവനുള്ള ഒരു വസ്തുവില്ലാത്തൊരു കാലഘട്ടം. പ്രകൃതിക്ക്, ഭൂമിക്ക് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഭൂമിയുടെ ഒരു ഘട്ടത്തിൽ ഭൂമിയിൽ മനുഷ്യർ തന്നെ ഉണ്ടായിരുന്നില്ലത്രേ. അതിനു മുൻപുള്ള ഒരു കാലഘട്ടം മൃഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടം. മൃഗങ്ങൾക്ക് മുന്നേയുള്ളൊരു കാലഘട്ടം ജാൻദാർ ചീസ് ഇസ് ധർത്തി പർ നഹീ താ, ജീവനുള്ള ഒരു വസ്തു പോലും ഈ ഭൂമിയിലില്ലാത്ത ഒരു കാരണം. എന്തുകൊണ്ടാണ് ഭൂമിയിൽ ജീവനുള്ള വസ്തുക്കൾക്ക് നിലനിൽക്കാൻ കഴിയാതിരുന്നത്? അദ്ദേഹം അതിനുശേഷം പറയുന്ന ഭാഗമെന്ന് നോക്കൂ. ആജ് ജബ് ദുനിയ ഹർ തരഹ കെ ജാൻവറോं और आदमियों से भरी हुई है, ആജ് ഇന്ന് ജബ് ദുനിയ ഹർ തരഹ കെ, ലോകം പലതരത്തിലുള്ള ജാൻവറോं और आदमियों से भरी हुई है, മൃഗങ്ങളാലും മനുഷ്യരാലും നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉസ് ജമാനെ കാ ഖ്യാൽ കർണ ബി മുഷ്കിൽ ഹെ, ആ കാലഘട്ടത്തെക്കുറിച്ച് ഖ്യാൽ കർണ, ചിന്തിക്കുന്നത് പോലും മുഷ്കിൽ ഹെ, പ്രയാസമാണ്. ജബ് യഹാ കുച്ച് ന താ, ഇവിടെ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടം. യഹാ കുച്ച് ന താ, ഇവിടെ ഒന്നും തന്നെ നിലവിലില്ലാത്ത ഒരു കാലഘട്ടം. ലേക്കിൻ വിജ്ഞാൻ ജാനനെ വാലെ ഓർ വിദ്വാനോനെ, എന്നാൽ ശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരായ ആളുകൾ, ജിനോനെ ഇസ് വിഷയക്കോ ഖൂബ് സോച്ചാ ഓർ പഠാ ഹെ, അവർ ഈ വിഷയത്തെക്കുറിച്ച് ഖൂബ് സോച്ചാ, ധാരാളം ചിന്തിച്ചിട്ടുണ്ട്. ഓർ പഠാ ഹെ ലിഖാ ഹെ, പഠിക്കുകയും എഴുതിയിട്ടുമുണ്ട്. ആരാണ് പഠിക്കുകയും എഴുതിയിട്ടുള്ളത്? ശാസ്ത്രത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയ വിജ്ഞാൻ പണ്ഡിതന്മാർ, വിദ്വാൻ ലോക്, പണ്ഡിതരായ ആളുകൾ. ഇസ് വിഷയ കെ ബാരെ മേ ഖൂബ് സോച്ചാ ഹെ ഓർ ലിഖാ ബി ഹെ, എഴുതിയിട്ടുണ്ട്. എന്താണ് അവർ എഴുതിയത്? കി ഏക് ऐसा समय था, ഇത്തരം ഒരു സമയമുണ്ടായിരുന്നു.
ജബ് ധർത്തി ബെഹദ് ഗർം തി, ഈ ഭൂമി വളരെ ചൂടുള്ള അവസ്ഥയിൽ നിലനിന്നിരുന്നു. ഈ ഭൂമിക്ക് ജീവനുള്ള വസ്തുക്കൾ നിലനിൽക്കാൻ കഴിയാത്തത്ര ബെഹദ് ഗറം, വളരെ ചൂടുള്ള, ഗറം എന്നതിനെ വിശേഷിപ്പിക്കുന്നത് ബഹത്ത്, വളരെ വലിയ ചൂടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു നമ്മുടെ ഭൂമിയുടേത്. और इस पर कोई जानदार चीज नहीं रह सकती, അത്തരം ഭൂമിയിൽ ജീവനുള്ള വസ്തുക്കൾക്ക് നിലനിൽക്കാൻ കഴിയുമായിരുന്നില്ല. ജാൻദാർ ചീസ് നഹി രഹ സക്തി, ജീവനുള്ള വസ്തുക്കൾക്ക് നിലനിൽക്കാൻ കഴിയുമായിരുന്നില്ല. और കൂടാതെയോ അഗർ ഹം ഉൻകി കിതാബേം പഠേ, കൂടാതെ നമ്മൾ ആ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പഹാഡോം ഓർ ജാൻവറോം കി പുരാനി ഹഡ്ഡിയാം, പർവ്വതങ്ങളുടെയും മൃഗങ്ങളുടെയും പഴയ എല്ലുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഘോർ സെ ദേഖേ, ഇവയെല്ലാം ഘോർ സെ ദേഖന, ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ, ഹമേ ഖുദ് മാലൂം ഹോഗ, നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും, കി എന്തെന്നാൽ ഏസാ സമയ ജറൂർ റഹാ ഹോഗ, ഇത്തരം ഒരു കാലഘട്ടം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്നത്. ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുസ്തകങ്ങളിലൂടെ നമുക്ക് വായിച്ചു നോക്കാം. പർവ്വതങ്ങളെയും പുരാനി ഹഡ്ഡിയ, മൃഗങ്ങളുടെ പഴയ എല്ലുകളെക്കുറിച്ച് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. തും ഇതിഹാസ് കിതാബോ മേ ഹി പഠ് സക്തി ഹോ, ഇന്ദിരയോട് പറയുകയാണ്, തും ഇതിഹാസ്, നീ ചരിത്രം, കിതാബോ മേ ഹി പഠ് സക്തി ഹോ, പുസ്തകങ്ങളിലൂടെ മാത്രമേ നിനക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ലേക്കിൻ പുരാനെ ജമാനെ മേ, പഴയ കാലഘട്ടത്തിൽ तो आदमी पैदा भी न हुआ था, ആളുകൾ पैदा ही न हुआ था, ജീവൻ ജനിക്കുക പോലും ചെയ്യാത്തൊരു കാലഘട്ടം, ഭൂമിയിൽ ആളുകളില്ലാത്ത, മനുഷ്യരില്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അത്തരം കാലഘട്ടത്തിൽ കിതാബേം കോൺ ലിഖ്താ ഹെ, ആരായിരിക്കും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാകുക? തബ് ഹമേ ഉൻ ജമാനെ കി ബാത്തേ കേസേ മാലൂം ഹോ, അങ്ങനെയെങ്കിൽ അത്തരം കാലഘട്ടത്തിലെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? യത്തോ നഹി ഹോ സക്ത, ഇങ്ങനെ ഉണ്ടാകുകയില്ലല്ലോ. കി ഹം ബൈഠേ ബൈഠേ ഹർ ബാത് കോ സോച്ച് നിക്കാലെ, നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിച്ച് ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടാൻ കഴിയുമോ? മനുഷ്യരില്ലാത്ത ഒരു കാലഘട്ടത്തിൻ്റെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? വെറുതെ ഇപ്രകാരത്തിൽ ബൈഠേ ബിഠായെ, വെറുതെ ഇരുന്ന് ബാത് സോച്ച് നിക്കാലെ, ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചുണ്ടാക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടുമില്ല. യെ ബഡേ മസേ കി ബാത് ഹോത്തി, അദ്ദേഹം പറയുന്നു, അങ്ങനെ സംഭവിച്ചാൽ യെ ബഡേ മസേ കി ബാത് ഹോത്തി, അതൊരു രസകരമായ കാര്യമാകില്ലേ? ക്യോങ്കി, കാരണം ഹം ജോ ചീസ് കോ ചാഹത്തെ സോച്ച് ലേത്തെ, ഹം ജോ ചീസ് കോ, നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചാണോ ചാഹത്തെ സോച്ച് ലേത്തെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചെടുക്കുകയും और सुंदर सुंदर परियों की कहानियां गढ़ लेते, സുന്ദരമായ മാലാഖകളുടെ കഥകൾ മെനയുന്നത് പോലെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മെനഞ്ഞെടുക്കാൻ കഴിയുമോ? നമ്മുടെ മനസ്സിലുള്ള ചില ചിന്തകൾ അവ ചിന്തിക്കുകയും സുന്ദരമായ മാലാഖമാരുടെ കഥകൾ നമ്മൾ മെനഞ്ഞെടുക്കുന്നത് പോലെ അത്തരം കാര്യങ്ങൾ നമുക്ക് മെനഞ്ഞെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ലേക്കിൻ ജോ കഹാനി കി ബാത്ത്, എന്നാൽ ജോ കഹാനി, ഏതെങ്കിലും ഒരു കഥ, കിസി ബാത് കോ ദേഖേ ബിന, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കാണാതെ മനസ്സിലാക്കാതെ ഗഡ്ലി നിർമ്മിച്ചു കഴിഞ്ഞാൽ വോ കൈസെ ടിക് ഹോ സക്തി ഹെ, അതെങ്ങനെയാണ് ശരിയാകുക? നമ്മൾ കഥകൾ മെനയുന്നത് പോലെ, ചരിത്രത്തിൻ്റെ ഏടുകൾ ഇത്തരത്തിൽ നമുക്ക് ചിന്തിക്കുന്നത് പോലെ, നമ്മുടെ മനസ്സിൽ തോന്നുന്നത് പോലെ മെനഞ്ഞു കഴിഞ്ഞാൽ വോ കൈസെ ടിക് ഹോ സക്തി ഹെ, അതെങ്ങനെ ശരിയാകും? ലേക്കിൻ ഖുഷി കി ബാത് ഹെ, എന്നാൽ സന്തോഷിക്കേണ്ട കാര്യം എന്താണ്? ഉസ് പുരാനെ ജമാനെ കി ലിഖി ഹുയി കിതാബേം, ആ പഴയ കാലഘട്ടങ്ങളിൽ എഴുതിയ കിതാബേം, പുസ്തകങ്ങൾ, ന ഹോനെ പർ ബി, ഉണ്ടായില്ല എന്നിട്ട് പോലും, പുരാനെ ജമാനെ മേ ലിഖി ഹുയി കിതാബേം, പഴയ കാലഘട്ടങ്ങളിൽ എഴുതിയ പുസ്തകങ്ങൾ, ന ഹോനെ പർ ബി, ഇല്ലാഞ്ഞിട്ട് പോലും, കുച്ച് ऐसी चीज़ें हैं, കുറച്ച് ഇത്തരം കാര്യങ്ങളുണ്ട്, ജിൻസെ ഹമേ ഉത്തനെ ഹി ബാത്തേ മാലൂം ഹോ സക്തി ഹേ, അതിലൂടെ നമുക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഉത്തനെ ഹി ബാത്തേം, അത്രയും കാര്യങ്ങൾ, മാലൂം ഹോത്തി ഹേ, മനസ്സിലാക്കാൻ കഴിയും, ജിത്തനി, എത്രയാണോ, കിസി കിതാബ് മേ ഹോത്തി ഹേ, ഏതെങ്കിലും ഒരു പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? യെ പഹാഡ്
समुद्र, सितारे, नदियाँ, जंगल, जानवरों की पुरानी हड्डियाँ. പുസ്തകങ്ങളിൽ എഴുതാത്ത ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ആരാണ്? ഈ പഹാഡ്, ഈ പർവ്വതങ്ങൾ, സമുദ്ര, നമ്മുടെ സമുദ്രം, സിതാരെ, നക്ഷത്രങ്ങൾ, നദിയാം, നദികൾ, ജംഗൽ, കാടുകൾ, ജാൻവറോं की पुरानी हड्डियाँ, മൃഗങ്ങളുടെ പഴയ എല്ലുകൾ, ഇവയെല്ലാം इस तरह की बातें हमें बता सकती है, ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ കഴിവുള്ളവരാണ്. മുകളിൽ നാം പറഞ്ഞതുപോലെ पहाड़, समुद्र, सितारे, नदियाँ, जंगल और जानवरों की पुरानी हड्डियाँ, इसी तरह की ഇത്തരത്തിലുള്ള कितनी ही चीज़ें हैं, എത്ര വസ്തുക്കളുണ്ട്, वे किताबें हैं, അവ പുസ്തകങ്ങളാകുന്നു, जिनसे हमें दुनिया का पुराना हाल, അവയിലൂടെ നമുക്ക് ഈ ലോകത്തിൻ്റെ പഴയ അവസ്ഥ मालूम हो सकता है, മനസ്സിലാക്കാൻ കഴിയുന്നു. मगर हाल जानने का असली तरीका यह नहीं, എന്നാൽ हाल जानने की असली तरीका, അവസ്ഥ മനസ്സിലാക്കാനുള്ള യഥാർത്ഥ രീതി, यह नहीं कि ഇതല്ല, कि हम केवल दूसरों की लिखी हुई किताबें, നമ്മൾ കേവലം മറ്റുള്ളവരാൽ എഴുതപ്പെട്ട ഇത്തരം പുസ്തകങ്ങൾ പഠിക്കുക എന്നതല്ല, ബൽക്കി മറിച്ച് ഖുദ് സംസാർ റൂബി പുസ്തക് കോ പഠേ, നമ്മൾ സ്വയം ലോകമാക്കുന്ന ഈ പുസ്തകത്തെ പഠിക്കണം. हमें क्या करना चाहिए? हमें स्वयं संसार रूबी इस पुस्तक को पढ़ लेना चाहिए. ലോകമാകുന്ന ഈ പുസ്തകത്തെ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ് ജവഹർലാൽ നെഹ്റു ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മകളായ ഇന്ദിര കേവലം പുസ്തകങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഭൂമിയുടെ എല്ലാ കാര്യങ്ങളും തൊട്ടറിഞ്ഞ് മനസ്സിലാക്കുക. പ്രകൃതിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ കല്ലുകളിലും പർവ്വതങ്ങളിലും സമുദ്രങ്ങളിലും നദികളിലും തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ കഴിയും എന്നാണ് ആര് പറയുന്നത്? ജവഹർലാൽ നെഹ്റു പറയുന്നത്. മുझे आशा है, എനിക്ക് പ്രതീക്ഷയുണ്ട്, कि പത്രോं और पहाड़ों को पढ़कर, കല്ലുകളെയും പർവ്വതങ്ങളെക്കുറിച്ച് പഠിച്ച് തും തോടെ ഹി ദിനോം, നീ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉൻകാ ഹാൽ ജാന്ന സിഖ് ജാओगे, അവയുടെ അവസ്ഥ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും പഠിക്കും. സോച്ചോ കിത്തനി മസേ കി ബാത് ഹൈ, ചിന്തിക്കൂ എത്ര രസകരമായ കാര്യമാണെന്ന്. एक छोटा सा रोड़ा, ഒരു ചെറിയ കല്ല്, जिसे तुम सड़क या पहाड़ के नीचे पड़ा हुआ देखती हो, അവ നീ സടക് യാ പഹാഡ് കെ നീച്ചെ, റോഡിനോ പർവ്വതത്തിനോ സമീപമായിട്ട് പടേ ഹുയെ ദേഖ്തി ഹോ, വീണ് കിടക്കുന്നതായിട്ട് നീ കാണുന്നു. ഷായദ്, ഒരുപക്ഷേ സംസാർ പുസ്തക കാ ചോട്ടാ സാ പൃഷ്ഠ ഹോ, അതായിരിക്കാം ലോകമാകുന്ന ഈ പുസ്തകത്തിൻ്റെ എക് ചോട്ടാ സാ പൃഷ്ഠ, ചെറിയ ഒരു താള് അല്ലെങ്കിൽ ചെറിയൊരു പേജ് എന്ന് പറയുന്നത്. പൃഷ്ഠ, പേജ്. ഷായദ് ഉസ്സെ തുമേ കോയി നയി ബാത് മാലൂം ഹോ ജായേ, ആ ഒരു പുസ്തകത്തിലൂടെ, ചെറിയൊരു കല്ലിലൂടെ നിനക്ക് നൈ ബാത്ത്, പുതിയ എന്തോ ഒരു കാര്യം മാലൂം ഹോ ജായേ, മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഷർത്ത് യഹി ഹേ, നിബന്ധന ഇത്ര മാത്രം, കി എന്തെന്നാൽ തുമേ ഉസെ പഠനാ ഹോത്താ ഹേ, നിനക്ക് തീർച്ചയായിട്ടും അതിനെ പഠിക്കാൻ അറിയാം. തുമേ സെ പഠന ആനാ ചാഹിയെ, തീർച്ചയായിട്ടും നീ അത് പഠിക്കാൻ മനസ്സിലാക്കിയാൽ മതി. कोई ज़बान ഉറുദു യാ ഹിന്ദി യാ അംഗ്രേസി സീഖ്നെ കെ ലിയെ, कोई ज़बान, ഏതെങ്കിലും ഒരു ഭാഷ, ജബാൻ ഭാഷ, ഉറുദു, ഹിന്ദി യാ അംഗ്രേസി, അത് ഉറുദു ആയിക്കൊള്ളട്ടെ, ഹിന്ദി ആയിക്കൊള്ളട്ടെ, ഇംഗ്ലീഷ് ആയിക്കൊള്ളട്ടെ, സീഖ്നെ കെ ലിയെ, പഠിക്കുവാൻ വേണ്ടി, തുമേ ഉസ്കി അക്ഷർ സീഖ്ന പഡ്താ ഹെ, തീർച്ചയായിട്ടും അതിൻ്റെ അക്ഷരങ്ങൾ നീ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇസി തര, ഇപ്രകാരം പേലെ തുമേ പ്രകൃതി കി അക്ഷർ പഠന പടെങ്കി, പ്രകൃതിയുടെ അക്ഷരങ്ങൾ നിനക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? പഠിക്കേണ്ടതായിട്ട് വരുന്നു. ഇവിടെ ലോകമാകുന്ന ഈ പുസ്തകത്തെ പഠിക്കാൻ നമ്മുടെ തൊട്ടു മുന്നിൽ കാണുന്ന ചെറിയ കല്ലുകൾക്ക് പോലും ഒരുപാട് കഥകൾ പറഞ്ഞു തരാൻ കഴിവുണ്ട് എന്നാണ് ജവഹർലാൽ നെഹ്റു തൻ്റെ കത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇതിന് തുടർഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നമുക്കൊരു വർക്ക് കൂടി പരിചയപ്പെടാം. ആശയ സംജെ ഓർ സഹി മിലാൻ കരെ, ആശയം മനസ്സിലാക്കി യോജിപ്പിക്കുക. ലാഖോं പുരാനി ധർത്തി മേ, ലക്ഷക്കണക്കിന് പഴയ ഇസ് ധർത്തി മേ, ഭൂമിയിൽ, പുരാനെ സമയ കി ജാൻവറോं के बारे में जानने के लिए, പഴയ കാലഘട്ടത്തിലെ മൃഗങ്ങളെക്കുറിച്ച് ജാൻനെ കെ ലിയെ, അറിയുവാൻ വേണ്ടി, വിദ്വാനോനെ
अध्ययन के अनुसार विद्वानों के पंडितന്മാരുടെ അധ്യയനത്തിനനുസരിച്ച് പ്രകൃതി का നിരീക്ഷൺ करने से പ്രകൃതിയെ നിരീക്ഷിക്കുന്നത് കൊണ്ട് ഉചിതമായ രീതിയിൽ രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ കണ്ടെത്തണം. समय के अनुसार भूमि में हुए परिवर्तनों का अनुमान कर सकते हो. സമയത്തിനനുസരിച്ച് ഭൂമിയിൽ വരുന്ന മാറ്റങ്ങളെ നിർണ്ണയിക്കാൻ നമുക്ക് കഴിയും. एक ज़माने में धरती बहुत गर्म थी. ഒരു കാലഘട്ടത്തിൽ ഭൂമി വളരെ ചൂടുള്ളതായിരുന്നു. उनकी पुरानी हड्डियाँ महत्वपूर्ण सहायता देती है. അവയുടെ പഴയ എല്ലുകൾ മഹത്വപൂർണ്ണമായ സഹായം നമുക്ക് ചെയ്യാൻ കഴിയുന്നവയാണ്. കൈ ദിനോം തക് കോയി ആദമി നഹീ താ. ഒരുപാട് ദിവസങ്ങളോളം ഇവിടെ ആളുകൾ തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിന് യോജിപ്പിക്കുമ്പോൾ ഒന്നാം സെൻറ്റൻസ് ഞാൻ യോജിപ്പിച്ച് പറയാം. ലാഖോ പുരാനി ധർത്തിമേ, ലക്ഷക്കണക്കിന് പഴയ ഈ ഭൂമിയിൽ, അതിന് നേരെ നമുക്ക് യോജിപ്പിച്ച് എഴുതാൻ കഴിയുന്ന കൈ ദിനോത്തക് കോയി ആദമി നഹീത, ഒരുപാട് ദിവസങ്ങളോളം മനുഷ്യർ തന്നെ ഇല്ലാത്ത ഈ ഭൂമി. ഇതുപോലെ മറ്റുള്ള സെൻറ്റൻസ് യോജിപ്പിച്ച് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർഭാഗം ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.